നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 ഹാൻഡ് സ്റ്റിച്ചസിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോർമലി റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അത് കുറേ വാഷ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടുള്ളത് നൂലിങ്ങനെ ഊരി പോരാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ജീൻസ് ഒരു വർഷം മുന്നത്തെ ജീൻസാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട്, ആദ്യത്തെ സ്റ്റിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഞാൻ പറയണത്, ആ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കത് സേവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കെട്ട് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ കുത്തിയെടുത്താൽ മതി. അതിന് പകരം ആ 2 തയ്യൽ തുമ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കെട്ട് ഉള്ളിലാവുമല്ലോ, കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും. ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ എളുപ്പമാണ്. ഇതേപോലെ ഒന്ന് കുത്തി പുറത്തു കൂടെ മീതെ കൂടെ എടുക്കുക. എന്നിട്ട് ഈ ത്രെഡിനെ നീഡിലിൻ്റെ അപ്പുറത്ത് കൂടെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇത് നിങ്ങൾക്ക് അറിയാത്ത സ്റ്റിച്ച് ആയിരിക്കില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ സിക്സാഗ് മെഷീനോ ലോക്കിംഗ് മെഷീനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതൊന്നും ഇല്ലാത്ത വെറുതെ ഒരു നൂല് സൂചി മാത്രം വീട്ടിൽ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ കീറിയതോ അല്ലെങ്കിൽ ഒരു ബട്ടൺ പൊട്ടിയതോ ഒക്കെ തുന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതുപോലെ ഡ്രസ്സ് ചീത്തയായി കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ലോക്കിംഗ് പൊട്ടിപ്പോയതൊക്കെ, അതായത് ലോക്കിംഗ് സ്റ്റിച്ചസ് ഊരിപ്പോയതൊക്കെ നമുക്ക് ഇങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പമുള്ള സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇതുപോലത്തെ കുർത്തിയുടെ ഉള്ളിലോ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ ലോക്കിംഗ് സ്റ്റിച്ച് ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് അത് റിപ്പയർ ചെയ്തിട്ട് കൂടുതൽ കാലം യൂസ് ചെയ്യാം കേട്ടോ. നല്ല സ്റ്റിച്ചാണ്, എളുപ്പമുള്ള സ്റ്റിച്ചാണ്. ഇത് എംബ്രോയിഡറിക്ക് മാത്രമല്ല, ബോർഡർ ലൈന് മാത്രമല്ല ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ വീഡിയോയിൽ സ്റ്റിച്ച് നന്നായി കാണാൻ വേണ്ടിയിട്ടാട്ടോ ഡാർക്ക് ഷെയ്ഡ് ത്രെഡ് എടുത്തത്. ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിട്ടുള്ളവർ ഇപ്പോൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റിച്ചായിട്ട് കാണാമോ.